മഴക്കാലമൊക്കെ ആയപ്പോഴത്തേക്ക് മീനൊന്നും അങ്ങനെ അധികം കിട്ടാറില്ല. ഇനി വരുന്നത് രാവിലെ വരുന്ന ഒരാൾ ഞങ്ങൾ ഉറക്കമൊക്കെ എണീറ്റ് കഥ തുറക്കുന്ന സമയം കൊണ്ട് ആ മീൻകാരൻ അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ എന്തു പറയാനാ, പിന്നെ ഒരു വണ്ടിക്കാരൻ വരും, വന്നാലായി, ഇല്ലെങ്കിലില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ്. ഉച്ചയ്ക്ക് ഞാൻ വേറെ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മീനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് 2 ഉണക്കമീൻ എനിക്ക് വേണ്ടി മാത്രം വറുക്കാമെന്ന് വിചാരിച്ചു. ചാളയാണ്, അതൊന്ന് കഴുകി വൃത്തിയാക്കി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വേറെ പൊടികളായിട്ട് ഞാനൊരല്പം മുളകും മഞ്ഞളും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുഞ്ഞുള്ളിയാണ് കുറച്ച്, ഒരു 4-5 കുഞ്ഞുള്ളി ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞിട്ട് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളുപ്പും പൊടികളും കൂടെ ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൊരിച്ച് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുഞ്ഞുള്ളി ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മൊരിയുന്നത് എന്തൊരു മണമാണെന്നറിയോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കറികളായിട്ട് അവിയൽ, പിന്നെ മോൾക്ക് ചമ്മന്തിയും തൈരും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഇന്നലെ എൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അമ്മ അവിടെ തോരനും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ അതൊക്കെ കഴിച്ചിട്ട് വന്നൊരു ആവേശമാണ് ആൾക്ക്. ഇന്ന് രാവിലെ ആയപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് തൈരും ചമ്മന്തിയും വെച്ച് ഇന്ന് ചോറ് വേണമെന്ന്. സാധാരണ അവൾ ഇന്ന കറികൾ വേണമെന്നൊന്നും കേൾക്കാത്ത ആളാണ്. കാരണം പൊതുവെ അവൾക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിത് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഊണായിരുന്നു. അച്ചാറും ഉണക്കമീനും എന്തു പറയുക, തൈര് ഒഴിച്ചെറിയും, പിന്നെ എന്താ അവിയലും ചമ്മന്തി എല്ലാം വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലുവിന് നേരത്തെ തന്നെ ചോറ് കൊടുത്തിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ഞാൻ എപ്പോഴും മോന് ചോറ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാതിരിക്കാറുള്ളൂ. അതാകുമ്പോൾ അവന് വയറ് നിറഞ്ഞ് തൃപ്തിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, നമ്മളും സമാധാനമായിട്ടിരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ടി വി ഒക്കെ കണ്ടാണ് ഇരുന്ന് കഴിക്കുന്നത്. അതിൽ ചമ്മന്തിയിൽ മുക്കി ഇങ്ങനെ വായിൽ തൊട്ട് വെച്ചിട്ട് സൂപ്പറാന്നൊക്കെയാണ് പറയുന്നത്. അവനിങ്ങനെ എരിവൊന്നും കഴിക്കില്ല, ചുമ്മാ തൊട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണാണ്. അപ്പോൾ ഉണക്കമീനും ഞാൻ പലതരത്തിലും വറുക്കാറുണ്ട്. സവാളയും പച്ചമുളകും ചേർത്തിട്ട് വറുക്കാറുണ്ട്, സവാളയും ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് വറുക്കാറുണ്ട്, സവാളയും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് വറുക്കാറുണ്ട്. ഇതെന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു.